എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയിൽ എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്? അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്താണ്, അതിന് വിവരാവകാശത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ഈ അപേക്ഷയിൽ എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്? 5 രൂപ, 10 രൂപ, 20 രൂപ, 3 രൂപ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 10 രൂപ. അപ്പോൾ 10 രൂപയുടെ സ്റ്റാമ്പാണെന്ത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള അപേക്ഷയിൽ ഒട്ടിക്കേണ്ടത്. അപ്പോൾ വിവരാവകാശത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 10 രൂപയുടെ സ്റ്റാമ്പാണ് വിവരാവകാശത്തിനുള്ള അപേക്ഷയിൽ ഒട്ടിക്കേണ്ടത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ആരുടെ വാക്കുകളാണ്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നത് ആരുടെ വാക്കുകളാണ്? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, എൻഗ്ലാഡൻ ഇവരാരുമല്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എൻഗ്ലാഡൻ ആണ്. എൻഗ്ലാഡൻ്റെ വാക്കുകളാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നുള്ള വാക്യം. SCRTയിലെ കോട്ടിംഗ് ആണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന വാക്കുകൾ ആരുടേതാണ്? എൻഗ്ലാഡൻ്റെയാണ്. ആരുടേതാണ്? എൻഗ്ലാഡൻ്റെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ പൊതുഭരണത്തിന് ചില പ്രാധാന്യങ്ങളുണ്ട്, ആ പ്രാധാന്യത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നില്ല. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജനക്ഷേമം ഉറപ്പാക്കുന്നില്ല എന്നുള്ളത്. ജനക്ഷേമം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്, ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് ഇതിൽ പെടാത്തത്. അപ്പോൾ ജനക്ഷേമം ഉറപ്പാക്കുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, അതുപോലെ എന്താണ്, ജനക്ഷേമം ഉറപ്പാക്കുന്നു. ഒന്നുകൂടി പറയാം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെ? പ്രാധാന്യത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണെന്ത് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായവനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ആരുടെ വാക്കുകൾ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ആരുടേതാണ് ഈ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ആരുടേതാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണെന്ത്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എന്താണ്? ബ്യൂറോക്രസി, അരിസ്റ്റോക്രസി, ഡെമോക്രസി ഇവയൊന്നുമല്ല. ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നാണ് അറിയപ്പെടുന്നത്.
രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബ്യൂറോക്രസി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. 1. ശ്രേണീപരമായ സംഘാടനം, അസ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അപ്പോൾ ഇതിലേതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, അസ്ഥിരത എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്? അസ്ഥിരതയല്ല, സ്ഥിരതയാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരതയാണ്. കാരണം അവർ ടെസ്റ്റ് ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ അവരെന്താണ്? പെർമനൻ്റ് ആണ്, സ്ഥിരമായിരിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഇത്രയാണ് എന്ത്? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, അസ്ഥിരത എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്? അസ്ഥിരതയല്ല, അതിൻ്റെ പ്രത്യേകത സ്ഥിരതയാണ്, പെർമനൻ്റ് ആയിരിക്കും. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, സവിശേഷതകൾ പറഞ്ഞു. അപ്പോൾ അതിലെ ഒരു സവിശേഷതയാണ് എന്ത്? ഏറ്റവും ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും എന്ത് ചെയ്യും? കൂടുതൽ ഉദ്യോഗസ്ഥരും. ഇങ്ങനെ ഈ ഉൾക്കൊള്ളുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? സ്ഥിരത, ശ്രേണീപരമായ സംഘാടനം, രാഷ്ട്രീയ നിഷ്പക്ഷത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രേണീപരമായ സംഘാടനം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ സവിശേഷതയാണെന്ത്? ശ്രേണീപരമായ സംഘാടനം. എന്താണ് ശ്രേണീപരമായ സംഘാടനം എന്ന് ചോദിച്ചാൽ, ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, താഴെ തലങ്ങളിലേക്ക് വരുന്തോറും എന്ത് ചെയ്യും? കൂടുതൽ ഉദ്യോഗസ്ഥരും. അപ്പോൾ ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥനും താഴേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണെന്ത്? ശ്രേണീപരമായ സംഘാടനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതയാണ് ശ്രേണീപരമായ സംഘാടനം. ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ, അതേപോലെ താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുക? കൂടുതൽ ഉദ്യോഗസ്ഥരും. ഇതാണ് എന്ത്? ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസിനെ സംബന്ധിച്ച് താഴെ തന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ സർവീസായ അഖിലേന്ത്യാ സർവീസിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 1. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ ഉദാഹരണം. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ അഖിലേന്ത്യാ സർവീസിനെ സംബന്ധിച്ച് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവനയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. കാരണം എന്താണ്? അത് കേന്ദ്ര സർവീസിൻ്റെ പ്രത്യേകതയാണ്. അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസ് ആണെങ്കിലും അഖിലേന്ത്യാ സർവീസ് ആണെങ്കിലും എന്താണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. UPSC ആണ് എന്ത്? തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ആ പോസ്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ. അപ്പോൾ IAS, IPS തുടങ്ങിയവയ്ക്ക് എന്താണ്? അഖിലേന്ത്യാ സർവീസിൻ്റെ ഉദാഹരണങ്ങളാണ്. അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രത്യേകത എന്താണ്? അഖിലേന്ത്യാ സർവീസിൻ്റെയും കേന്ദ്ര സർവീസിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണ്? ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ എന്താണ്? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതുപോലെ എന്താണ്? IAS, IPS എന്നിവയാണെന്ത്? അഖിലേന്ത്യാ സർവീസുകൾക്ക് ഉദാഹരണം. അടുത്തത് കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ ഉദാഹരണം. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു.
അപ്പോൾ ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? നാലാമത്തേതാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. കാരണം എന്താണ്? അത് സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ അഖിലേന്ത്യാ സർവീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്, ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കേന്ദ്ര സർവീസ് ആകുമ്പോൾ എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് എന്ത്, നിയമനം നടക്കുന്നത്, നിയമിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും അതുപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ്. അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം IASഉം IPSഉം ആണ്. കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ് എന്ത്, ഇന്ത്യൻ ഫോറിൻ സർവീസും അതുപോലെ റെയിൽവേയിലെ ജോലി, റെയിൽവേ സർവീസും. അപ്പോൾ കേന്ദ്ര സർവീസിനെയും അഖിലേന്ത്യാ സർവീസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ എന്താണ്, സംസ്ഥാന തലങ്ങളിലും കേന്ദ്ര തലങ്ങളിലും എന്താണ് നിയമിക്കപ്പെടാം. എന്നാൽ കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ആകുമ്പോൾ എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമനം നടക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്നത്. അടുത്തത് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു, സെയിൽസ് ടാക്സ് ഓഫീസർ ഉദാഹരണം, സംസ്ഥാനങ്ങളിലോ കേന്ദ്രങ്ങളിലോ നിയമിക്കപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന സർവീസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നാലാമത്തെ പ്രസ്താവനയാണ് എന്ത്, സംസ്ഥാനങ്ങളിലോ കേന്ദ്രങ്ങളിലോ നിയമിക്കപ്പെടുന്നു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. അത് എന്തിൻ്റെ പ്രത്യേകതയാണ്? അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന തലങ്ങളിലാണ് എന്ത്, സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാന തലങ്ങളിൽ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ അടുത്ത പ്രത്യേകത എന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് എന്ത്, നിയമിക്കപ്പെടുന്നത്. ഉദാഹരണം ഏതാണ്? സെയിൽസ് ടാക്സ് ഓഫീസർ. സെയിൽസ് ടാക്സ് ഓഫീസർ ഏത് സർവീസിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് സർവീസിന് ഉദാഹരണമാണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് IAS IPS, കേന്ദ്ര സർവീസിന് ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസും റെയിൽവേയും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇനി സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് എന്ത്, സെയിൽസ് ടാക്സ് ഓഫീസർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഭാഗം ഒന്ന് പ്രത്യേകം ഒന്ന് പരിഗണനയിൽ വെച്ച് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടൊന്ന് പഠിച്ചു പോവുക. അടുത്തത് ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ്? ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജില്ലാ കളക്ടറാണ്. ജില്ലയിലെ ഏറ്റവും വലിയ ഉയർന്ന ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അതാരാണ്? ജില്ലാ കളക്ടറാണ്. ഇത് SCRTയിൽ നിങ്ങൾക്കും കളക്ടർ ആവാം എന്നുള്ളൊരു കോളത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ് ഇത്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് പാരഗ്രാഫാണ്. അപ്പോൾ ഇത് ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ജഡ്ജിയോ ആരുമല്ല, അത് ജില്ലാ കളക്ടറാണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ജില്ലാ കളക്ടറാണ്. അടുത്ത ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. അപ്പോൾ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആ പ്രസ്താവന ശരിയാണ്. സംസ്ഥാന തലങ്ങളിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതായത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അഥവാ സ്റ്റേറ്റ് PSC ആണ്. ആ പ്രസ്താവന ശരിയാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. സംസ്ഥാന PSC അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല, ഗവർണറാണ്. ആരാണ്? ഗവർണറാണ്. PSC UPSC ഇവ രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇതിൽ തെറ്റായ പ്രസ്താവന എന്താണ്?
സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ സംസ്ഥാന PSC അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ല, പിന്നെ ആരാണ്? ഗവർണറാണ്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതും ശരിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് സ്റ്റേറ്റ് PSC ആണ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിൻ്റെ ആണെങ്കിൽ കേരള PSC ആണ്, അപ്പോൾ അതും ശരിയാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല, ഗവർണറാണ്. അതുപോലെ PSC ആണെങ്കിലും UPSC ആണെങ്കിലും അതെന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നടപടികൾ അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നടപടികൾ അറിയപ്പെടുന്നത് എന്താണ്? ഇ ഗവേണൻസ്, ഭരണ നവീകരണം, ഭരണപരിഷ്കാരം, ഡിജിറ്റൽ വൽക്കരണം. ഇ ഗവേണൻസ്, ഭരണ നവീകരണം, ഭരണപരിഷ്കാരം, ഡിജിറ്റൽ വൽക്കരണം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ഭരണ നവീകരണമാണ്. അപ്പോൾ എന്താണ് ഭരണ നവീകരണം? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ സേവനങ്ങൾ സമയബന്ധിതമായി കൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളാണെന്ത്? ഭരണ നവീകരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഭരണ നവീകരണം? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും, കാര്യക്ഷമത ഉയർത്താനും അതുപോലെ സേവനങ്ങൾ സമയബന്ധിതമായി ഒരു നിശ്ചിത സമയത്തിൽ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നടപടികളാണെന്ത്? ഭരണ നവീകരണമെന്ന് അറിയപ്പെടുന്നത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങൾ ഇല്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങൾ ഇല്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇ ഗവേണൻസ് പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രണവ് മുഖർജി, ജയറാം രമേശ്. ആരാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് എന്ത് ഈ ഗവേണൻസ് പദ്ധതിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എന്ന് ഈ ഗവേണൻസ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഭരണ നവീകരണം, ഭരണപരിഷ്കരണം, ഇ ഗവേണൻസ് ഇവയൊന്നുമല്ല. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണെന്ത്? ഇ ഗവേണൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇ ഗവേണൻസ്. അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എന്താണ്? ഇ ഗവേണൻസ്. അപ്പോൾ എന്താണ് ഇ ഗവേണൻസ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണെന്ത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഭരണ നവീകരണം, ഇ ഗവേണൻസ്, ഇ സാക്ഷരത, ഡിജിറ്റൽ വൽക്കരണം. അപ്പോൾ ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇ സാക്ഷരത. അപ്പോൾ എന്താണ് ഇ സാക്ഷരത? ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായ അറിവാണെന്ത്? ഇ സാക്ഷരത എന്ന് പറയുന്നത്. നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം എന്താണ്? പൊതുജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് പിന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണ്? പൊതുജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എന്താണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായ അറിവാണെന്ത്? ഈ സാക്ഷരത എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണെന്ത്? ഈ സാക്ഷരത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്ന ഒരു ലക്ഷ്യമാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇ ഗവേണൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. ഒന്ന് നോക്കാം. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം അതെന്താണ്? ശരിയാണ്. സേവനത്തിനായി സർക്കാർ ഓഫീസ് കാത്തു നിൽക്കേണ്ടതില്ല. ശരിയാണ്. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. അതും ശരിയാണ്. അതും എന്താണ്? ഇ ഗവേണൻസ് കൊണ്ടുണ്ടായ നേട്ടമാണ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ ഈ 4 നേട്ടങ്ങളും എന്താണ്? ഇ ഗവേണൻസ് കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. അപ്പോൾ ഇ ഗവേണൻസ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ള സേവനം, അതുപോലെ സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല, സർക്കാർ സേവനം എന്ത് ചെയ്യുക? കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു, അതുപോലെ എന്താണ്? ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 4ഉം എന്താണ്? ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങളാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്ന് നോക്കാം. 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അത് ശരിയാണ്. 2005 എന്ത്? വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്? 2005. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് എന്താണ്? വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അതും ശരിയാണ്. അപ്പോൾ വിവരാവകാശ നിയമനിർമ്മാണത്തിനായി അല്ലെങ്കിൽ വിവരാവകാശത്തിനായി പ്രവർത്തിച്ച സംഘടന ഏതാണ്? രാജസ്ഥാനിലെ കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ. MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് എന്ത്? വിവരാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. എവിടെയാണ്? രാജസ്ഥാനിലെ സംഘടനയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. അത് ശരിയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ആ പ്രസ്താവന തെറ്റാണ്. ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്കല്ല, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എന്ത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. അപ്പോൾ ആ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സായത് 2005 അതിനുവേണ്ടി പ്രയത്നിച്ച സംഘടന എന്ന് പറഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS. എവിടുത്തെ സംഘടനയാണ്? രാജസ്ഥാനിലെ സംഘടനയാണ്. പിന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അഴിമതി നിയന്ത്രിക്കാനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് എന്ത്? വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നത്. ഇതാണ് എന്ത്? വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രണം, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കൽ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് എന്ത്? വിവരാവകാശ നിയമത്തിന് ഉള്ളത്. ഇപ്പോൾ 2005 അതേപോലെ MKSS മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ രാജസ്ഥാനിലെ സംഘടന, അതുപോലെ ആ കാര്യങ്ങളും ഓർത്തു വെക്കുക. ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് എന്ന് ഉള്ളൂ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അത് പ്രത്യേകം ആ പേര് നോട്ട് ചെയ്ത് വെക്കുക. രാജസ്ഥാനിലെ സംഘടനയാണ്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. വീണ്ടും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. നോക്കാം. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാൻ അതുപോലെ ചുമതലകൾ നിർവഹിക്കാനൊക്കെ എന്തുണ്ട്? കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, മുഖ്യ വിവരാവകാശ കമ്മീഷണറും
10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. പ്രത്യേകം നോട്ട് ചെയ്യുക, ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത, അത് സ്റ്റേറ്റ്മെൻറ്റ് വന്നത് 10ൽ കുറയാത്ത എന്നാണ് തന്നത്, അതായിരുന്നു അതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 10ൽ കവിയാത്ത അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 10ൽ കവിയാത്ത അംഗങ്ങളും എന്തുണ്ട്, വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ മുഖ്യ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും എന്തുണ്ട്, വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ അത് ശരിയാണ്. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ നിരസിക്കുകയോ അല്ലെങ്കിൽ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി നൽകുകയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു വിവരം ആവശ്യപ്പെട്ടിട്ട് ആ വിവരം എന്താണ്, നമ്മൾ ആവശ്യപ്പെട്ട വിവരം കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുക, അല്ലെങ്കിൽ അത് നിരസിക്കുക, അല്ലെങ്കിൽ തരുന്ന വിവരം അപൂർണമോ അല്ലെങ്കിൽ തെറ്റായതോ അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലോ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവരാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സമീപിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പരാതി കൊടുക്കാം, അപ്പീൽ സമർപ്പിക്കാം വിവരാവകാശ കമ്മീഷന്. അങ്ങനെ അവർ അതെന്ത് ചെയ്യും, അത് പരിശോധിച്ചിട്ട് അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 150 രൂപ വീതം ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ആ പ്രസ്താവന തെറ്റാണ്. 150 അല്ല 250 രൂപയാണ്. 150 അല്ല 250 രൂപയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തൃപ്തികരമല്ലാത്തത് അല്ലെങ്കിൽ കൃത്യത ഇല്ലാത്തൊക്കെ മറുപടി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാം. ഇങ്ങനെ അപ്പീൽ നൽകുമ്പോൾ ആ കമ്മീഷന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് ഓരോ ദിവസത്തിനും 250 രൂപ വെച്ചും കൊണ്ട് പിഴ ചുമത്താനുള്ള അധികാരം എന്തുണ്ട്, വിവരാവകാശ കമ്മീഷനുണ്ട്. അപ്പോൾ ഇതിൽ പ്രസ്താവനയിൽ തന്നിട്ടുള്ളത് 150 എന്നാണ്, എന്നാൽ എന്താണ് 250 ശരിയായ ഉത്തരം. അപ്പോൾ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. 150 അല്ല 250. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത ആ വാക്ക് അങ്ങനെ തന്നെ പഠിക്കുക, 10ൽ കവിയാത്ത അംഗങ്ങളുമാണെന്ത്, വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇത് ICRTയിലെ പോയിൻ്റ് ഞാൻ അതുപോലെ ക്വസ്റ്റ്യനാക്കി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോളിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പൊതുവിവരങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പൊതുവിവരങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, അതുപോലെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പൊതുവിവരങ്ങളിൽ ഉൾപ്പെട്ടത് എന്തൊക്കെയാണ്, ഈ പറഞ്ഞ എല്ലാതും പൊതുവിവരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പൊതുവിവരങ്ങൾ ഏതൊക്കെയാണ്, ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖ, പ്രമാണം, സർക്കുലർ, മെമ്മോ, ഉപദേശങ്ങൾ, അതുപോലെ ഉത്തരവുകൾ, അതുപോലെ കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, അതുപോലെ മാതൃകകൾ, പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, അതുപോലെ അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിവരങ്ങൾ എന്ന കാറ്റഗറിയിൽ വരുന്നത്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പൊതുവിവരങ്ങൾ, പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ. 1 മാത്രം, 1, 2 എന്നിവ. അപ്പോൾ ഏതാണ്? ഇത് രണ്ടും പെടും. അപ്പോൾ 1, 2 എന്നിവ എന്നാണ് ഉത്തരം. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളും, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളും,
അതുപോലെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ എന്താണ്, നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടില്ല, അപേക്ഷിച്ചാൽ കിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഏതൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം, സേവനാവകാശ നിയമം, ഇ ഗവേണൻസ് ഇവയൊന്നുമല്ല. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമം ഏതാണ്? സേവനാവകാശ നിയമം. ഓപ്ഷൻ ബി, സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഏതാണ്? സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമമാണെന്ത്? സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതികൾ തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ലോക്പാൽ, എന്താണ് ലോകായുക്ത? അപ്പോൾ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണെന്ത്? ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പോൾ ലോക്പാലും ലോകായുക്തയും എന്താണ്? അഴിമതികൾ തടയാനാണ്. അപ്പോൾ കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനാണെന്ത് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലങ്ങളിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ കേന്ദ്ര തലത്തിലും ലോകായുക്ത സംസ്ഥാന തലത്തിലും. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകളിൽ അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ആ പ്രസ്താവന തെറ്റാണ്. എന്തിന് അധികാരമില്ല? നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ല. നടപടികൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ലോക്പാലിന് ഉള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകൾ അന്വേഷിക്കാൻ കഴിയും, അതുപോലെ നടപടികൾക്ക് ശുപാർശ ചെയ്യാനാണ്, ഒരിക്കലും നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ലോക്പാലിന് ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകൾ അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല, ശുപാർശകൾ നൽകാനാണ് ലോക്പാലിന് അധികാരമുള്ളത്. അപ്പോൾ ലോക്പാലിന് അധികാരം എന്താണ്? ശുപാർശകൾ നൽകാനാണ്. നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ലോക്പാലിനില്ല. നേരെ മറിച്ച് ശുപാർശ നൽകാനുള്ള അധികാരമാണ് ലോക്പാലിനുള്ളത്. അപ്പോൾ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. എന്താണ് അതിലെ തെറ്റ്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ്. എന്നാൽ നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമാണ് ലോക്പാലിന് ഉള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1962, 1964, 1956, 1954. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, 1964. 1964 എന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്? 1964. 1964 എന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1964. ഈ വിജിലൻസ് കമ്മീഷനും എന്താണ്? അഴിമതി തടയാനുള്ള ഒരു ഏജൻസിയാണ് എന്ത്? വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. അഴിമതികൾ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സ്ഥാപനം തന്നെയാണ്. 1964 എന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്.
ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? അപ്പോൾ എന്താണ് ഓംബുഡ്സ്മാൻ? ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണെന്ത് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഓംബുഡ്സ്മാനായിട്ട് ആരെയാണ് നിയമിക്കുന്നത്? സർവീസിൽ നിന്ന് വിരമിച്ച ജഡ്ജി, സർവീസിൽ നിന്ന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി, സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി, സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ കോടതി ജഡ്ജി. അപ്പോൾ ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് എന്ത് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമാണെന്ത് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഈ ഓംബുഡ്സ്മാനെ ആയി നിയമിക്കുന്നത് ആരാണ്? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണെന്ത് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം 25ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.